മലബാറിലെ കേരള രാഷ്ട്രീയം ഉരുളുകയാണ്. മലബാർ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് കമ്മ്യൂണിസ്റ്റ് കോട്ടയുള്ളൊരു സ്ഥലമാണ്. ഞാൻ മലബാർ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കോഴിക്കോട്, പാലക്കാട് എടുക്കണം, തൃശ്ശൂർ വിട്ടേക്കുക. തൃശ്ശൂർ എപ്പോഴും UDF, LDF ഇങ്ങനെ മാറി തിരിഞ്ഞ് വരുന്നൊരു ജില്ലയാണ്. പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, 4 ജില്ല എടുക്കുക. പക്ക മലബാർ ജില്ലകൾ. എന്നും മലബാർ ജില്ലകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നിട്ടുള്ള ജില്ലയാണ്. പക്ഷേ ഈഴവ സമുദായമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്തിരുന്നത്. ആ ഈഴവ സമുദായത്തിനിടയിൽ വലിയ പ്രശ്നമാണ് ഇപ്രാവശ്യം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സൃഷ്ടിക്കുന്നതിൽ രണ്ടാം പിണറായി സർക്കാരിന് വലിയ പങ്കുണ്ട്. രണ്ടാം പിണറായി സർക്കാർ കാണിച്ച ലോക അബദ്ധം എന്ന് പറയുന്നത് KK ശൈലജയെയും തോമസ് ഐസക്കിനെയും G സുധാകരനെയും മത്സരിപ്പിക്കണമായിരുന്നു. കൃത്യമായി അവരെ മന്ത്രിമാരാക്കണം. എന്നിട്ട് മുഹമ്മദ് റിയാസിനും സ്ഥാനം കൊടുക്കണമായിരുന്നു, തീർച്ചയായിട്ടും കൊടുക്കണമായിരുന്നു. അങ്ങനെ സീനിയേഴ്സിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെ ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് പിണറായിക്ക് മറ്റൊരു മലബാറിൽ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ മലബാറിൽ സംഭവിച്ചിരിക്കുന്നൊരു കാര്യം, മുഹമ്മദ് റിയാസിനെ ഫിറ്റ് ചെയ്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ എടുക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. മുസ്ലിം കമ്മ്യൂണിറ്റി കൂടെ വന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് ആര്യ രാജേന്ദ്രൻ വരെ പരീക്ഷിച്ചു. എന്തിന് പരീക്ഷിച്ചു? നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് യുവാക്കളോട്, യുവതികളോടുള്ള സ്നേഹം കൊണ്ട് പിണറായിയും ടീമും അങ്ങനെ ചെയ്തു. അല്ല, നമ്മുടെ മുഹമ്മദ് റിയാസിനെ വച്ചതിൻ്റെ അതൊന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. ആ മരുമോനെ മാത്രമല്ല, ഒരുപാട് പേരെ ഞങ്ങൾ വച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ഒരുപാട് ചെറുപ്പക്കാരെ ഇടിച്ചു കയറ്റി. ഇങ്ങനെ ഇടിച്ചു കയറ്റിയപ്പോൾ സംഭവിച്ചത് ഒരുപാട് സീനിയർ നേതാക്കൾ പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഗുണം, അതിൻ്റെ യഥാർത്ഥ സഖാക്കൾ കാണുന്നത് സീനിയർ ആളുകളെയാണ് അവർ ബിംബങ്ങളായി കാണുന്നത്. അങ്ങനെ സീനിയറായിട്ട് വരുന്നതനുസരിച്ചാണ് ബിംബങ്ങൾ ഉണ്ടായി വരുന്നത്. ഈ ബിംബങ്ങളോട് വലിയ താല്പര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, സുധാകരൻ എന്ന് പറയുന്ന ഒരു സുധാകരൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആലപ്പുഴയിലല്ല വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അമ്പലപ്പുഴ ജയിക്കുമായിരിക്കും സുധാകരൻ, അത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് മലബാറിലാണ്. മലബാറിൽ 2 അടിയൊഴുക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്ന്, പണ്ട് TG മോഹൻദാസ് കേസരിയിൽ ഒരു ലേഖനം എഴുതി. എന്താ TG മോഹൻദാസ് എഴുതിയെന്നറിയാവോ? കേരളത്തിൽ 2 ഹിന്ദു പാർട്ടിയുടെ ആവശ്യമില്ല. കാരണം CPM-ൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇല്ല. അപ്പോൾ പിന്നെ BJP, അങ്ങനെ 2 ഹിന്ദു പാർട്ടിയുടെ ആവശ്യമില്ല എന്ന് ലേഖനം എഴുതിയപ്പോൾ ആ TG മോഹൻദാസിനെ ആളുകൾ കുറ്റം പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അതിപ്പോൾ ശരിയായി വരുന്നു. ഇവിടെ 2 ഹിന്ദു പാർട്ടികൾക്ക് സ്ഥാനമില്ല എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ക്ഷയിക്കുന്നത് CPM ആണ് എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ പഠനമാണ്. എല്ലാവരും പഠിക്കേണ്ടതൊരു കാര്യമാണ്. രണ്ടാമത്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റി മാറിയെന്ന് മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി വരികയും ചെയ്തില്ല. ഒക്കെ ചുരുക്കത്തിൽ സംഭവിച്ചത് 2 കമ്മ്യൂണിറ്റിയിൽ നിന്നും അകലാൻ പറ്റി. അതിൽ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സമ്പൂർണ്ണ വോട്ട് കൊണ്ടുപോകുന്നത് UDF ആയിരിക്കും. അതാണ് മലപ്പുറത്തും കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ നമ്മൾ കാണുന്നത്. സമ്പൂർണ്ണമായി അത് UDF കൊണ്ടുപോകും. പക്ഷേ ആ ഹിന്ദു വോട്ടുകൾ നല്ലൊരു ശതമാനവും BJP കൂടി കൊണ്ടുപോകുന്ന പുതിയ രാഷ്ട്രീയമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ മരുമോനിസത്തിലൂടെയും പാർട്ടിക്കകത്ത് നടത്തിയ ഒരു അനാവശ്യമായ ശുദ്ധീകരണത്തിലൂടെയും സംഭവിച്ചത് BJPക്ക് ഒരു വലിയ സ്പേസ് കേരളത്തിൽ ഉണ്ടാവുക. അത് പർപ്പസായി ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ പർപ്പസായിട്ട് BJP വരട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ മരുമോനെ ഫിറ്റ് ചെയ്യണം, ജൂനിയറിനെ ഫിറ്റ് ചെയ്യണം, അയാളെ പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു കുടുംബത്തിനകത്തുള്ള ഒരു അഴുക്ക ചിന്തയിൽ നിന്ന് സംഭവിച്ചത് BJPക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടുന്ന ഒരു സ്ഥലമായി. ഇനി രണ്ടാമതൊരു വിഷയം കണ്ണൂർ കറങ്ങുന്നുണ്ട്. 2 വിഷയം കൂടി കറങ്ങുന്നുണ്ട്. ഒന്ന്, പാർട്ടിയുടെ ബന്ധുമിത്രാദികൾക്കാണ് സ്ഥാനങ്ങളെല്ലാം കൊടുക്കുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ, അതാരെ എടുത്താലും അവരുടെ ഭാര്യ, മക്കൾ, സഹോദരി കൊടുക്കുന്നതെന്നൊരു ബോധം താഴെത്തട്ടിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനി പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്ഥാനമാനങ്ങൾ കിട്ടുക പ്രയാസമാണ് എന്നൊരു ബോധ്യം പോയിട്ടുണ്ട്. മൂന്നാമത്, കണ്ണൂർ ഭാഗത്ത് പോയിരിക്കുന്ന കടുകട്ടി പാർട്ടി സഖാക്കളിൽ പോയിരിക്കുന്ന മറ്റൊരു വികാരം, ഇതൊരു കോർപ്പറേറ്റ് പാർട്ടി ആയി കഴിഞ്ഞു എന്നൊരു ബോധ്യത്തിലേക്ക് പോയിട്ടുണ്ട്. നാലാമതായി പോയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ആദർശം പറയുന്ന ആളുകളെ അല്ലെങ്കിൽ ആദർശാധിഷ്ഠിതമായി നിൽക്കുന്ന ആളുകളെ ഇതിനകത്ത് നിന്ന് പുകച്ചു ചാടിക്കുന്നു. അങ്ങനെ സുധാകരനെ പുകച്ചു ചാടിച്ചതാണ്
എന്നുള്ള ഒരു വികാരവും കണ്ണൂർ നിൽപ്പുണ്ട്. ഒരു പക്ഷേ ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ധർമ്മടത്തടക്കമുള്ള സ്ഥലങ്ങളിൽ പിണറായി വിജയൻ ഉൾപ്പെടെ ജയിക്കും, അതിനൊന്നും ചിലപ്പോൾ തർക്കമില്ല. എന്നാലും കണ്ണൂർ രാഷ്ട്രീയത്തിനകത്ത്, കോഴിക്കോട് രാഷ്ട്രീയത്തിനകത്ത്, കാസർഗോഡ് മലബാർ രാഷ്ട്രീയത്തിനകത്ത് അതിനിർണായകമായ അടിയൊഴുക്കുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് സമ്പൂർണ്ണമായി പുറത്തു വന്നില്ല എങ്കിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് വളരെ കൃത്യമായി കേരളത്തിൽ BJPക്കും UDFനും അനുകൂലമായി വരാനുള്ള സാധ്യത നമുക്ക് കാണാതിരുന്നുകൂടാ. ഞാൻ ആശങ്കപ്പെടുന്നത്, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ആശങ്കയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു പാർട്ടി പോയിട്ട് ഏതെങ്കിലും പാർട്ടി വരുന്ന ആശങ്കയല്ല, ഒരു രാഷ്ട്രീയമായി പറയുന്നൊരു കാര്യം, ഈ മുസ്ലിം ലീഗും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നല്ലൊരു ശതമാനം UDFിൽ കൂടെ നിൽക്കുകയും ഹിന്ദു വിഭാഗത്തിൽ നല്ലൊരു ശതമാനം BJPയുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പുതിയ രാഷ്ട്രീയം കേരളത്തിൽ വന്നുകൂടായിക ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 MLAമാരാണ്, മുൻ MLAമാരാണ് നിലവിലുള്ളത്. മുന്നോട്ടുള്ള MLAമാരാണ് കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും BJPയിൽ പോയത്. അതിൽ 3 പേര് പോയത് BJPയിലേക്കാണ്. ഡയറക്റ്റ് MLAമാർക്ക് ഡയറക്റ്റായിട്ട് ചെന്ന് BJPയിൽ കയറുന്നതിന് പോലും തടസ്സമില്ലാത്ത രീതിയിൽ സങ്കല്പിക്കാൻ പറ്റാതിരുന്നതാണ്. 20 വർഷം മുമ്പ് കേരളത്തിൽ ഇതൊന്നും സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. സ്മിത സുന്ദരേശൻ എന്ന് പറയുന്ന വർക്കലയിലെ ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പ്രസിഡന്റും വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ വളരെ പെട്ടെന്ന് തന്നെ രാത്രി ഉറങ്ങുമ്പോൾ CPM, രാവിലെ എഴുക്കുമ്പോൾ BJPയിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത, അത് സ്ഥാനത്തിന് മറ്റാകട്ടെ, പീഡനം കിട്ടിയിട്ടാകട്ടെ, അല്ലെങ്കിൽ ഒഴിവാക്കിയതാകട്ടെ, എന്ത് ന്യായമായിക്കോട്ടെ, പോകുന്ന പുതിയ രാഷ്ട്രീയം കേരളത്തിൽ സംഭവിക്കുകയാണ്. ഇത് മലബാർ രാഷ്ട്രീയത്തിൻ്റെ അടിക്കല്ലിളക്കുമോ, അരിവാൾ ചുറ്റിയ നക്ഷത്രക്കാർക്ക് ഒരുപാട് കരയേണ്ടി വരുമോ എന്നുള്ള വലിയൊരു ചോദ്യം ഇവിടെ നിൽപ്പുണ്ട്. കാരണം ന്യൂനപക്ഷത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചു, അത് കൂടെ എത്തിയില്ല എന്ന് മാത്രമല്ല, കൂടെ നിന്ന ഭൂരിപക്ഷത്തിലെ ഈഴവർ അടക്കുന്ന വലിയൊരു വിഭാഗത്തിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വെള്ളാപ്പള്ളിയുടെ കാലം കൂടെ കഴിഞ്ഞാൽ വലിയ വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ വെള്ളാപ്പള്ളി കുറേ ഇടതുപക്ഷത്തിൽ കേസും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ കോടതിയിൽ കേസ് വന്നപ്പോൾ വെള്ളാപ്പള്ളി അയഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തെ വിഷയങ്ങൾ നോക്കുക. വെള്ളാപ്പള്ളി പിണറായിക്ക് വേണ്ടി വർത്തമാനം പറയുന്നില്ല. അപ്പോൾ ഈ രാഷ്ട്രീയം മലബാറിൽ നടക്കുന്നു. ഇനി എന്തും സംഭവിക്കാം. ഞാൻ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയം ഇപ്പോൾ ത്രികോണത്തിൽ പോവുകയാണെങ്കിൽ അത് ദ്വന്ദ്വ രാഷ്ട്രീയമായി മാറാൻ അധികകാലം വേണ്ടി വരില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഹിന്ദു വോട്ട് ആര് പിടിക്കും? BJP പിടിക്കുമോ എങ്കിൽ BJP നിൽക്കും, CPM പിടിച്ചാൽ CPM നിൽക്കും. ഇതാണ് കേരളത്തിൻ്റെ മലബാർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ അടിയൊഴുക്ക്.